നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കൗമാര കലോത്സവത്തിന്റെ ആവേശത്തുടക്കം. നിയമസഭ 16ാമത് സമ്മേളനം 20-ന് ആരംഭിക്കും. 29-ന് ബജറ്റ് അവതരണം. സ്പീക്കർ എൻ ഷംസീർ. ഐൻസ്റ്റീനും മാഡം ക്യൂറിയും ചർച്ചയിലാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എൻട്രികൾ ക്ഷണിച്ചു. CPM വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന് വ്യാജ വാർത്ത. പ്രചരണത്തിന് പിന്നാലെ ബുദ്ധി കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കണം. CKP പത്മനാഭൻ. മകരവിളക്ക് തെളിഞ്ഞു. അതീവ സുരക്ഷിതയിൽ ശബരിമല. സന്നിധാനത്തേക്ക് പ്രവേശനം 35,000 പേർക്ക്. എല്ലാം ഒറ്റ ക്ലിക്കിൽ. ആരോഗ്യവകുപ്പിന് പുതിയ വെബ് പോർട്ടൽ. മാങ്കുടുത്തലിന്റെ അയോഗ്യനാക്കാനാവശ്യപ്പെട്ട് പരാതി നൽകി DK മുരളി MLA. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആഘോഷത്തിമർപ്പിൽ ആർപ്പുവിളികളോടെ 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ കൊടിയേറി. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇനി 5 നാൾ പൂരനഗരിയിൽ ആളും ആരവവും നിറയും. കൗമാരകലയുടെ പുതുവസന്തം സാംസ്കാരിക നഗരത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ആതിഥേയർക്കും പൂരാവേശം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗതം ആശംസിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മറ്റു മന്ത്രിമാർ, MLAമാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സർവമായ എന്ന ചിത്രത്തിലെ ഡെലുലുവായി പ്രേക്ഷക മനം കവർന്ന റിയ ഷിബു മുഖ്യ അതിഥിയായിരുന്നു. 16 മുതൽ 18 വരെ നടക്കുന്ന കലോത്സവത്തിൽ 15,000-ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരക്കുന്നത്. 25 വേദികളായി 249 മത്സരയിനങ്ങളാണ് നടക്കുന്നത്. തെക്കൻകാട് മൈതാനത്ത് എക്സിബിഷൻ ഗ്രൗണ്ടാണ് പ്രധാന വേദി. കലോത്സവത്തിൻ്റെ 25 വേദികൾക്കും പല ശ്രേണിയിൽപ്പെടുന്ന ഗന്ധമുള്ള പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ഉത്തരവാദിത്ത കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ആപ്തവാക്യം. 25 വേദികളിലും ആംബുലൻസ്, കുടിവെള്ളം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരത്തെ ചുറ്റുമുള്ള 20 സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വേദികളും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകളിലും പോലീസ് നിരീക്ഷണമുണ്ട്. ശുചിമുറി, ടോയ്ലറ്റ് എന്നിവ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് മെഗ്രാൽ GHSS നിന്ന് പ്രയാണം ആരംഭിച്ച 117.5 പവൻ സ്വർണ്ണ കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണ പര്യടനത്തിന് ശേഷം തിങ്കളാഴ്ച തൃശ്ശൂരിലെത്തി. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനാണ് സ്വർണ്ണക്കപ്പ് നൽകുക. കൗമാര താരങ്ങൾ ഓരോ വേദിയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. കലോത്സവത്തിന് പൂരപ്രഭയിൽ തുടക്കം. തൃശ്ശൂർ എന്നാൽ പൂര ആവേശമാണ്. ഓരോ കോണിലും പൂരത്തിന്റെയും കലയുടെയും താളമുണ്ട്. കേരള സ്കൂൾ കലോത്സവം കുട്ടികളുടെ വലിയ പൂരമാണ്. ഏഷ്യയിലെ വലിയ കലാമാമാങ്കത്തിന് തൃശ്ശൂർ വേദിയാകുമ്പോൾ നാടിന്റെ താളവും തനിമയും ഒത്തുചേർന്ന പാട്ടിൽ കലാകാരന്മാർ ചുവടുവെക്കുകയാണ്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സൂര്യകാന്തിയിലെത്തിയവർക്ക് കുടമാറ്റവും മേളപ്പെരുപ്പവും തൃശ്ശൂർ പൂരത്തിന്റെ ആവേശമായി. കലാമാമാങ്കത്തിന് മിനി പൂരത്തോടെയാണ് തൃശ്ശൂരിൽ തുടക്കം കുറിച്ചത്. തിരുവമ്പാടി പാറമേക്കാവ് ബ്രാഹ്മണർ നേതൃത്വം നൽകിയ മേളം മിനി പൂരത്തിന്റെ ഭാഗമായി. ഇലഞ്ഞിത്തറ മേളത്തിന് സമാനമായ പാണ്ടിമേളം തെക്കിൻകാട് മൈതാനിയിൽ പൂരപ്രേമികൾ സന്തോഷത്തോടെ ആസ്വദിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി പൂരങ്ങളുടെ നാട്ടിലെത്തുന്ന മറ്റു ജില്ലക്കാർക്ക് തൃശ്ശൂരിന്റെ മിനി പൂര കാഴ്ച ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ 9-ന് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് സമീപം അരങ്ങേറിയ പാണ്ടിമേളത്തിൽ 100-ലധികം കലാകാരന്മാർ അണിനിരഞ്ഞു. 1 മണിക്കൂർ നീണ്ടുനിന്ന മേള ലഹരിയിൽ തെക്കിൻകാട് മൈതാനി പൂരലഹരിയിലായി. തൃശ്ശൂർ പൂരത്തിലെ പ്രമുഖരായ കിഴക്കൂട്ടം അനിയന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ എന്നിവർ മേളത്തിന് സംയുക്തമായി നേതൃത്വം നൽകി. ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ, തിരുവമ്പാടി മേള പ്രമാണി ചെറുശ്ശേരി കൂട്ടന്മാരാർ എന്നിവർക്കൊപ്പം വാദ്യലോകത്തെ പ്രമുഖരും അണിനിരന്നു. വീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണൻ, താളത്തിന് ഏഷ്യാട് ശശി, കൊമ്പിന് മച്ചാട് മണികണ്ഠൻ, കുഴലിന് വെള്ളപ്പായ നന്ദനും പ്രമാണിമാരായി. 64ാം സ്കൂൾ കലോത്സവത്തിന്റെ പ്രതീകമായി 64 വർണ്ണക്കുടകളോടെയുള്ള കുടമാറ്റവും നടന്നു. തങ്ങളുടെ പൂരപ്പെരുമയെ മറ്റു ജില്ലകൾക്കു കൂടി അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞുവെന്ന ഗരിമയിലാണ് തൃശ്ശൂരുകാർ. ഇനി 5 നാൾ പൂരത്തിന്റെ ആവേശത്തിലാണ് തൃശ്ശൂർ. കുറെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി, ഡാൻസ് അറിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കി കലോത്സവ വേദിയിൽ മനസ്സ് തുറന്ന് റിയ ഷിബു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയെ കയ്യിലെടുത്ത് ഡെലുലുലു. കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലെത്തി റിയ ഷിബുവിനെ ഹർഷാരവത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത്. സർവമായ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ റിയ നിർമ്മാതാവും കൂടിയാണ്. കലോത്സവം എന്നത് കേവലം മത്സരമല്ല, അത് ഒരു വികാരമാണെന്നും പണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ലെന്നും റിയ പറഞ്ഞു. സർവമായയിലെ ഡെലുലു എന്ന കഥാപാത്രത്തിന്റെ സ്വീകാര്യതയെ കൊണ്ട് എനിക്കിന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാവേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്
അതിന് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു. എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അന്നത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം വിശ്വസിക്കണം. ആത്മവിശ്വാസം കൊണ്ട് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. കലോത്സവത്തിൽ പങ്കെടുക്കാമെന്ന് ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുത്തപ്പോൾ തന്നെ നിങ്ങൾ വിജയികളായി. അതാണ് എല്ലാ സമ്മാനങ്ങളെക്കാളും വലിയ പുരസ്കാരം. സർവ്വമായക്ക് മുമ്പ് എന്നെ കുറേ സിനിമകളിൽ നിന്നും ഒഴിവാക്കി. ഡാൻസ് അറിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. അന്ന് അതൊക്കെ വിശ്വസിച്ച് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് സർവ്വമായയിലെ ഡെലുലു ആകാൻ കഴിയില്ലെന്നായിരുന്നു. ഇത്രയും ആഘോഷിക്കപ്പെടുമായിരുന്നില്ല. കല എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവാണ്. വേദിയിൽ കയറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായി ശ്രമിക്കൂ. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും റിയ ആശംസകൾ അറിയിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനും മാഡം ക്യൂറിയും ഇവിടെ ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ച് ചർച്ചയിലാണ്. ക്വാണ്ടം സയൻസിൽ നിർണായകമായ പഠനങ്ങൾ നടത്തിയവരാണ് ഇരുവരും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലുക്ക ഓൺലൈൻ പോർട്ടലും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ സംഘടിപ്പിക്കുന്ന ക്വാണ്ടം സയൻസ് ശതാബ്ദി പ്രദർശനത്തിലാണ് രണ്ട് ശാസ്ത്ര പ്രതിഭകൾ മുഖാമുഖം ഇരിക്കുന്നത്. ആർട്ടിസ്റ്റ് ജസ്റ്റിൻ ജോസഫാണ് ഇൻസ്റ്റലേഷനിലൂടെ ഇവരുടെ ത്രിമാന രൂപം ഒരുക്കിയത്. ഫൈബറിലാണ് നിർമ്മാണം. ദ്രവ്യത്തിന്റെ ദത്തത സ്വഭാവത്തിന് സൈദ്ധാന്തിക വിശദീകരണം നൽകുന്ന ഭൗതികശാസ്ത്ര ശാഖയായ ക്വാണ്ടം ബാലതന്ത്രത്തിൽ ഐൻസ്റ്റീൻ നൽകിയ സംഭാവന വലുതാണ്. ക്ലാസിക്കൽ ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയാത്ത പരമാണു തലത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ഇന്നും ഗവേഷക വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ഐൻസ്റ്റീൻ കണ്ടെത്തലുകളാണ്. ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ട പ്രശസ്ത ഊർജ്ജദ്രവ്യ സമവാക്യം രൂപപ്പെടുത്തിയതിലൂടെ ശ്രദ്ധേയനായ ഐൻസ്റ്റീനോടൊപ്പം റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച ഗവേഷണത്തിലൂടെ ക്വാണ്ടം ഫിസിക്സിന്റെ വളർച്ചയിൽ സംഭാവന നൽകിയ മേരി ക്യൂരി ഒന്നിച്ചിരിക്കുന്ന ശില്പം ജീവൻ തുടിക്കുന്നതാണ്. വനിതാ കോളേജിൽ നടക്കുന്ന ക്വാണ്ടം സയൻസ് എക്സിബിഷൻ കാണാൻ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസും ഒരുക്കിയിട്ടുണ്ട്. ബഹിരാകാശ വിഷയങ്ങൾ ഉൾപ്പെട്ട ശാസ്ത്ര ക്ലാസിന് പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ദേവരാജനും പരിഷത്ത് വിദ്യാർത്ഥി സമിതി ചെയർമാനും എം പി സനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സായാഹ്ന ശാസ്ത്ര സംവാദത്തിൽ കാലാവസ്ഥാ മാറ്റവും കേരളവും എന്ന വിഷയത്തിൽ പരിഷത്ത് മുൻ നിർവാഹക സമിതി അംഗം ടി വി നാരായണൻ ക്ലാസ് എടുത്തു. ഗവൺമെന്റ് വനിതാ കോളേജ് രസതന്ത്രം അസിസ്റ്റന്റ് പ്രൊഫസർ പി ടി അഞ്ജന അധ്യക്ഷത വഹിച്ചു. ജാനകി ശ്രീ എ കെ കമല സുധാകരൻ പ്രസാദ് കടുത്തിലെ എന്നിവർ സംസാരിച്ചു. 1500ഓളം വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമാണ് ഇന്ന് പ്രദർശനം കാണാനെത്തിയത്. പ്രദർശനം ശനിയാഴ്ച 4 മണിക്ക് അവസാനിക്കും. മലയാള ചലച്ചിത്രങ്ങൾക്കുള്ള 2025 സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ, 2025 പ്രസാദനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങൾ, പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. കഥാചിത്രങ്ങൾ ഓപ്പൺ DCP ബ്ലൂറേ ആയി സമർപ്പിക്കണം. അക്കാദമി വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറവും നിയമാവലിയും ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷകൾ ഫെബ്രുവരി 16 വൈകിട്ട് 5 മുമ്പായി അക്കാദമി ഓഫീസിൽ ലഭിക്കണം. മകരവിളക്ക് തെളിഞ്ഞു. അതീവ സുരക്ഷയിൽ ശബരിമല. സന്നിധാനത്തേക്ക് പ്രവേശനം 35,000 പേർക്ക് മാത്രമാക്കി ചുരുക്കിയിരുന്നു. ശബരിമലയിൽ മകരവിളക്കിനോട് അനുബന്ധിച്ച് മകര സംക്രാന്ത പൂജ പൂർത്തിയായി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി വൈകിട്ട് 6:40 ദീപാരാധന നടന്നു. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. തിരുവാഭരണ വാഹക സംഘത്തെ ദേശമന്ത്രി VN വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, അംഗങ്ങളായ ടി സന്തോഷ് കുമാർ, K രാജു തുടങ്ങിയവർ സ്വീകരിച്ചു. സോപാനത്ത് തിരുവാഭരണ പേടകം തന്ത്രി കണ്ടർ മഹേഷ് മോഹൻ, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ ഏറ്റുവാങ്ങി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മകരവിളക്ക് ദിവസം 35,000 പേർക്കാണ് സന്നിധാനത്തേക്ക് പ്രവേശനം. മകരവിളക്ക് ദർശിച്ച് മടങ്ങുന്നവർക്ക് 1000 KSRTC ബസ് അടക്കം വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയത്. അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി TK മുരളി MLA. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ട് വാമനപുരം MLA ആയ DK മുരളി സ്പീക്കർക്ക് നോട്ടീസ് നൽകി. MLA മാർ ആരെങ്കിലും സമർപ്പിക്കുന്ന പരാതിയിൽ തുടർ നടപടി ആകാമെന്ന് സ്പീക്കർ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് നീക്കം. സഭയുടെ അന്തസ്സിന് നിരക്കാത്തതും ചട്ടവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നടത്തിയ രാഹുലിനെ സഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. ഇത്തരം വിഷയങ്ങളിൽ മുൻകാല അനുഭവം സഭയ്ക്കില്ലെന്നും എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണെന്നും ഷംസീർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നും സമൂഹം ഇത്തരക്കാരെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയാലോ എന്ന ചോദ്യത്തിന് അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും സ്പീക്കർ പ്രതികരിച്ചു.
നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം വിഷയത്തിൽ തീരുമാനമെടുക്കും. ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കുടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം. സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതിയ തസ്തിക. തലശ്ശേരി വാടിക്കകത്ത് 1 കോടി ഏക്കറിൽ ഭൂമിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമി പാട്ടത്തിന് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രതിവർഷം 6/1 100 രൂപ നിരക്കിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ അക്കാദമി ഓഫ് സോഷ്യൽ സയൻസ് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നത്. KM മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് ഭൂമി KM മാണി ഫൗണ്ടേഷനും 100 രൂപ നിരക്കിൽ 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകും. 2020-21 വർഷത്തിൽ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതുതായി അനുവദിച്ച കോഴ്സുകളിലേക്ക് 48 തസ്തികകൾ സൃഷ്ടിക്കും. 16 മണിക്കൂർ വർക്ക് ലോഡുകൾ വിഷയങ്ങളിലാണ് തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകുക. വാഹന അപകടത്തെ തുടർന്ന് തലയ്ക്ക് അതീവ ഗുരുതരമായ ക്ഷതമേറ്റ് 90% അംഗവൈകല്യം സംഭവിച്ച കണ്ണൂർ എളയാവൂർ CH ഹയർ സെക്കൻഡറി സ്കൂളിലെ HSD അധ്യാപകൻ പ്രശാന്ത് കുളങ്ങരയെ സർവീസിൽ നിലനിർത്തി ആനുകൂല്യങ്ങൾ നൽകും. ഇതിനായി സ്കൂളിൽ ഒരു HSD സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കുന്നതിന് അനുമതി നൽകി. 1000 രൂപ. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് അംഗീകാരം. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭ യോഗം അംഗീകാരം നൽകി. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരമായ താമസക്കാരനും അപേക്ഷിക്കുന്ന തീയതിയിൽ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം. അപേക്ഷകർ അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകും. യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചും പഠനോത്സവം നിലനിർത്തിയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് വെബ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന നേരിട്ട് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യും. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. CPM വിട്ട് കോൺഗ്രസ് ചേരുമെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെ മുൻ MLA CKP പത്മനാഭൻ പ്രചാരണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമ നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. രോഗവിവരം അന്വേഷിക്കാൻ K. സുധാകരൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്താണ് K. സുധാകരൻ വന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകമാണ്. പാർട്ടി മാറ്റത്തിൻ്റെയോ രാഷ്ട്രീയ മാറ്റത്തിൻ്റെയോ കാര്യമില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം കോൺഗ്രസ് നേതാവ് K. സുധാകരനാണ് CKP പത്മനാഭനെ വീട്ടിലെത്തി കണ്ടത്. ഇതോടെയാണ് CKP പത്മനാഭൻ പാർട്ടി വിടുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായും അദ്ദേഹം തള്ളി. CKP പത്മനാഭൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. തദ്ദേശ ദിനാഘോഷം 2026 പൊതുജനങ്ങൾക്ക് ലോഗോ തയ്യാറാക്കാം. ഫെബ്രുവരി 18-19 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ നടത്തുന്ന തദ്ദേശ ദിനാഘോഷം 2026 പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഔദ്യോഗിക ലോഗോ തയ്യാറാക്കി നൽകാം. തയ്യാറാക്കിയ ലോഗോ A4 വലിപ്പത്തിലുള്ള പേപ്പറിൽ കളർ പ്രിൻ്റ് ചെയ്ത ശേഷം സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കണം. എന്തികൾ ജനുവരി 20 വൈകുന്നേരം 4-നകം തിരുവനന്തപുരത്തുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നേരിട്ടോ തപാൽ മുഖേന ലഭിക്കണം. കവറിന് പുറത്ത് തദ്ദേശ ദിനാഘോഷം 2026 എന്ന ലോഗോ എന്ന് രേഖപ്പെടുത്തണം. പ്രിൻസിപ്പൽ ഡയറക്ടർ സ്വരാജ് ഭവൻ, പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ്, നന്ദൻകോട്, തിരുവനന്തപുരം 695-003 എന്ന വിലാസത്തിലാണ് എൻട്രികൾ അയക്കേണ്ടത്. മികച്ച എൻട്രിക്ക് ആകർഷകമായ സമ്മാനവും ക്യാഷ് അവാർഡും നൽകുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നവീകരിച്ച പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. നാറാത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ നവീകരിച്ച പുത്തൻകുളം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുളം നവീകരിച്ചത്. മണ്ഡലത്തിലെ ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിനും ജല സംഭരണ ശേഷി കൂട്ടുന്നതിൻ്റെ ഭാഗമായി 13ലധികം കുളങ്ങളുടെ പ്രവൃത്തി നടന്നു വരികയാണ്. കൂടുതൽ ജലാശയങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ്
എഞ്ചിനീയറിംഗ് വിഭാഗം, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരാണ് പ്രവൃത്തി നിർവഹിച്ചത്. പഞ്ചായത്ത് അംഗം ടി ആഷിത്ത് അശോകൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PT രമേശൻ, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി MV സുരേഷ്, പയ്യന്നൂർ കൃഷ്ണമഷി മാരാർ, T കമ്മാരൻ നായർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പൂന്തോട്ടം പച്ചക്കറി തോട്ടം മത്സരം. ശാല ചിനിമ വിദ്യാലയം, കുറ്റികം സൗത്ത് LPയും വിജയികൾ. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്കൂൾ പൂന്തോട്ട മത്സരത്തിൽ ചാല സിനിമാ വിദ്യാലയം 1ാം സ്ഥാനം നേടി. പയ്യാമ്പലം ഗേൾസ് GHSS 2ഉം കണ്ണൂർ സെൻറ് തെരേസസ് ഗേൾസ് HS 3ാം സ്ഥാനം നേടി. പച്ചക്കറി തോട്ട മത്സരത്തിൽ കുറ്റികം സൗത്ത് LP സ്കൂളിലാണ് 1ാം സ്ഥാനം. SN ട്രസ്റ്റ് HSS 2ഉം അഴീക്കോട് HSS 3ാം സ്ഥാനവും നേടി. കണ്ണൂർ നോർത്ത്, സൗത്ത്, പാപ്പിനിശ്ശേരി, തളിപ്പറമ്പ് സബ് ജില്ലകളിലെ 10 സ്കൂളുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചാല വെള്ളൂരിലം LP സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിധി നിർണയ സമിതിയുടെ പരിശോധന ചെമ്മലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഗീത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക സജിത അധ്യക്ഷയായി. ET സാവിത്രി, PTA പ്രസിഡന്റ് നിശാന്ത് വല്ലത്തിൽ, ഗോവിന്ദൻ, ജനു, തലശ്ശേരി കൃഷി ഓഫീസർ ശിവാനന്ദ്, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ പുഷ്പോത്സവ പന്തലിന് കാൽനാട്ടി. കണ്ണൂർ പോലീസ് മൈതാനിൽ 22-ന് തുടങ്ങി ഫെബ്രുവരി മാസം വരെ നീളുന്ന കണ്ണൂർ പുഷ്പോത്സവ പന്തലിൻ്റെ കാൽനാട്ടൽ കറവ് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ നിർവഹിച്ചു. ജനുവരി 22 വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത കഥാകൃത്ത് T. പത്മനാഭൻ പുഷ്പോത്സവം ഉദ്ഘാടനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര എന്നിവർ മുഖ്യ അതിഥികളാകും. പോലീസ് മൈതാനിൽ നടന്ന കാൽനാട്ട് ചടങ്ങിൽ UKB നമ്പ്യാർ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ, P. ഗോപി, EG ഉണ്ണികൃഷ്ണൻ, EV നമ്പ്യാർ, PP വത്സൻ മാസ്റ്റർ, പുല്ലായിക്കുടി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പുഷ്പോത്സവം ഫെബ്രുവരി 3-ന് സമാപിക്കും. എല്ലാം ഒറ്റ ക്ലിക്കിൽ. ആരോഗ്യ വകുപ്പിന് പുതിയ വെബ് പോർട്ടൽ. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പുതിയ ഔദ്യോഗിക വെബ് പോർട്ടൽ സജ്ജമായി. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റാണ് പോർട്ടൽ നിർമ്മിച്ചത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ, വിവരങ്ങൾ, ബോധവൽക്കരണ സന്ദേശങ്ങൾ തുടങ്ങിയവ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും ഗവേഷകരിലും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആരോഗ്യ വകുപ്പിന് വിവിധ 10 വകുപ്പുകൾ, 30 സ്ഥാപനങ്ങൾ എന്നിവയുടെ വെബ്സൈറ്റുകളെ കൂട്ടിച്ചേർത്ത് ഇണക്കിയാണ് പോർട്ടൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ആധികാരിക വിവരങ്ങളും അറിയിപ്പുകളും പ്രവർത്തനങ്ങളും ജനങ്ങൾ എത്തിക്കുക പോർട്ടൽ കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡൈനാമിക് ആയ ഡാഷ്ബോർഡിൽ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ ജനസംഖ്യ പരിവർത്തനം സംബന്ധിച്ച ഗ്രാഫുകൾ, ടേബിളുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖല സംബന്ധിക്കുന്ന ജനങ്ങൾക്കാവശ്യമുള്ള നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ എന്നിവയും ലഭ്യമാക്കി വരുന്നു. ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾക്ക് പുറമെ പ്രധാനപ്പെട്ട ബോധവൽക്കരണ പോസ്റ്ററുകൾ, വീഡിയോകൾ എന്നിവയും ലഭ്യമാണ്. പതിനഞ്ചാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനം 20-ന് ആരംഭിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങുന്ന സമ്മേളനത്തിൽ 26-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും സ്പീക്കർ AM ഷംസീർ പറഞ്ഞു. ജനുവരി 20 മുതൽ മാർച്ച് 26 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരുന്നതിനാണ് സമ്മേളന കലണ്ടർ പ്രകാരം